ഇടുക്കി നെടുങ്കണ്ടത്ത് പച്ചടിയിലെ അമ്മയും മൂത്ത സഹോദരനെയും കൊന്ന് സജിയെ നമ്മൾ മറക്കാൻ കഴിയില്ല. സ്വന്തം വീട്ടിലെ അമ്മ 71 വയസ്സുള്ള അമ്മ മേരിയെയും മൂത്ത സഹോദരൻ 54 വയസ്സുള്ള റിജിയെയും കൊന്ന് വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കുഴിയെടുത്ത് കുഴിച്ചിട്ട സംഭവം. ഏതായാലും 10-25 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ സംഭവങ്ങൾ വെളിയിലേക്ക് വന്നതും നാട്ടുകാർക്ക് സംശയമുണ്ടായി. അതുപോലെ പ്രതിയായ സജിയുടെ സഹോദരിക്ക് സംശയമുണ്ടായി. അങ്ങനെ ആ കൊലപാതകം, ഇരട്ട കൊലപാതകം കേരളത്തെ ഞടുക്കിയ സംഭവം നെടുങ്കണ്ടത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഏതായാലും അവിടെ കുഴിയെടുത്ത സ്ഥലം അവിടെ പട്ടിയെ പൂട്ടുന്ന സ്ഥലത്തിനടുത്തായിരുന്നു. അത് പോലീസിന് സംശയം തോന്നി. അവിടെ മാന്തി നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാലും കാലിലെ പാൻറ്റും ഉൾപ്പെടെ കാണപ്പെട്ടു. പിന്നീട് അവിടെ ഫോറൻസിക്കും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടത്തി അമ്മയുടെയും മകൻ്റെയും ബോഡി DNA പരിശോധനയ്ക്ക് തീർച്ചയായിട്ടും അയക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വേഷം കൊണ്ട്. ഏതായാലും മേരി 71 വയസ്സുള്ള മേരി, മകൻ 54 വയസ്സുകാർ റെജിയെയും ഇളയ മകൻ കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നു എന്ന് നെടുങ്കണ്ടം പോലീസ് കണ്ടെത്തി. കാരണം പോലീസിൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതേസമയത്ത് 8 വർഷം മുമ്പ് അവരുടെ പിതാവ്, സജിയുടെ പിതാവ് മാത്യു 8 വർഷം മുമ്പ് കാണാതെ പോയിരുന്നു. അതിപ്പം അന്ന് മുതലേ സംശയം തോന്നി. നമ്മളെപ്പോലുള്ളവർ അതും കൊലപാതകത്തിലേക്ക് തന്നെ പോകുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ 8 വർഷം മുമ്പ് നെടുങ്കണ്ടം പോലീസ് ഈ ആൾ മാത്യു എന്ന മേരിയുടെ ഭർത്താവ് മിസ്സായി എന്ന് പറഞ്ഞ് FIR എടുത്തിരുന്നു. പക്ഷേ പിന്നീട് അത് കുറയുകയുണ്ടായി. കാരണം ലാസ്റ്റ് ഇയാൾ ഒരു ബസ്സിൽ കയറി പോകുന്നതായി കണ്ടെന്നുള്ള തെളിവുകൾ വന്നപ്പം അയാൾ മരിച്ചിട്ടില്ല എന്ന കാരണത്താൽ അത് അൺഡിറ്റക്റ്റഡാക്കി ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇരട്ട കൊലപാതകം വന്നതോടുകൂടി പിതാവിൻ്റെ മരണത്തിൽ സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും കുഴിച്ചു മുഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും പോലീസ് ഈ സജിയെ കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം അയാളെ ചോദ്യം ചെയ്തപ്പോൾ ആ മർഡർ എങ്ങനെ നടത്തി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അയാൾ 71 വയസ്സുള്ള അമ്മ രാത്രിയിലെ ചോറും ഇറച്ചിയും ഉണ്ടാക്കി വെച്ചിരുന്നു. അതേസമയം മകന് 54 വയസ്സ് കൂലിപ്പണിക്ക് പോകുന്നവരാണ് ചേട്ടനും അനിയനും. റെജി വെളിയിൽ പോയി മദ്യപിച്ച് വീട്ടിൽ കയറി വന്നു കഴിഞ്ഞപ്പം അനിയൻ സജി ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കി വെച്ചിരുന്നു. അതെടുത്ത് വിളമ്പി കഴിഞ്ഞപ്പം അത് പിടിച്ചില്ല അങ്ങേർക്ക്. അത് സ്വല്പം തട്ടി സജി എന്ന ഇളയ സഹോദരൻ്റെ മുഖത്തേറ്റ് അല്പം തെറിപ്പിച്ചു. അപ്പം തന്നെ അവിടെ വഴക്കായി. റെജി എന്ന ചേട്ടനെ അയാൾ അടിച്ചു. അടികൊണ്ട് അയാൾ താഴെ വീണു. ആ സമയത്ത് ഷൂ ഇട്ട് കഴുത്തിൽ ചവിട്ടിപ്പിടിച്ച് ഞെരിച്ചു. അങ്ങനെ മരണത്തിലേക്ക് പോകുന്ന അങ്ങേര് കണ്ടു. ആ സമയത്ത് അമ്മ തടസ്സം പിടിക്കാൻ നോക്കി. ഒരു തോർത്ത് ഉപയോഗിച്ചിട്ട് കഴുത്തിൽ മുറുക്കി ചേട്ടനെ കൊന്നു. അമ്മ തടസ്സം പിടിക്കാൻ ചെന്നപ്പോൾ അമ്മയ്ക്ക് അടി കൊടുക്കുകയും അമ്മയെ പിടിച്ച് തള്ളുകയും ചെയ്ത് താഴെ വീണ് പ്രായമുള്ള അമ്മ 71 വയസ്സുണ്ട്, സിക്കായിരുന്നു. അമ്മയും മരണമടഞ്ഞു. അമ്മ അങ്ങനെ മരിച്ചെന്നാണ് ഇയാൾ പറയുന്നത്. അമ്മയെ ഇതേ രീതിയിൽ കഴുത്ത് മുറുക്കി കൊന്നോ ഇല്ലെന്ന് അറിയില്ല. കാരണം 10-25 ദിവസം കഴിഞ്ഞാണ് ഡെഡ് ബോഡി കിട്ടിയത് കൊണ്ട് ആ പോസ്റ്റ്മോർട്ടത്തിലും അത് എങ്ങനെയാണ് ആ സ്ട്രാങ്കുലേഷൻ ആണോ എന്നുള്ള കാര്യം തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതെല്ലാം ഡീക്കേ ചെയ്തു, അല്ലെങ്കിൽ ചീഞ്ഞഴുകിപ്പോയി. അതുകൊണ്ട് ആ ഭാഗം ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അതിനകത്ത് ഒരു സ്ട്രാങ്കുലേഷൻ്റെ എവിഡൻസ് കണ്ടെത്താനായിട്ട് കഴിയാതെ വന്നു. എങ്കിലും അയാളുടെ പ്രതിയുടെ മൊഴി മാത്രമേ ഉള്ളൂ. അയാൾ അമ്മയെ പിടിച്ച് തള്ളി, അമ്മ താഴെ വീണ് മരിച്ചു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്തായാലും അന്ന് തന്നെ നെടുങ്കണ്ടം പോലീസിന് സംശയം, നമ്മളെപ്പോലുള്ളവർക്ക് സംശയം ഉണ്ടായിരുന്നു. പിതാവിൻ്റെ മിസ്സിങ് നോക്കേണ്ടി വരും. അതിനുള്ള സാധ്യത ആ വീട്ടിൻ്റെ കേസ് കാണുമ്പോൾ നമുക്ക് തോന്നും. അമ്മയും മൂത്ത സഹോദരനെ കൊന്നതിൻ്റെ മോട്ടീവ്, എന്തിനാണ് കൊന്നത്? പിതാവിൻ്റെ കൊലപാതകം ഇവനെ കൂടെ റെജി ആ കാര്യം പറഞ്ഞ് വരുത്തുന്നുണ്ടായിരിക്കാം. അവർക്ക് രണ്ടുപേർക്കും അറിയായിരിക്കണം പിതാവിനെ ഇവൻ കൊന്നതാണ്, വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടാവും എന്നൊക്കെ അവർ സംശയിക്കുന്നുണ്ടാവും. കാരണം അത് വീടിൻ്റെ ചുറ്റും അവരുടെ വരുമാനം അല്പം ഏലമാണ്. ആ ഏലക്കാടിൻ്റെ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാവും എന്ന് അവർ അന്നേ കരുതിയിരുന്നിരിക്കണം. ആ കാര്യം ഇളയ
സജിയുടെ അടുത്ത് കൂടെ അമ്മയും ജ്യേഷ്ഠനും പറയുമായിരിക്കാം, നീ പിതാവിൻ്റെ കൊന്നത് ഞങ്ങൾക്കറിയാം, നീയാണത് ചെയ്തതെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം ഇവരെ കൊല്ലാനായിട്ടുള്ള മോട്ടീവ് ഈ കാരണത്തിൽ സജിക്കുണ്ടായതെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പം നെടുങ്കണ്ടം പോലീസ് സജിയെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം അത് പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പിതാവിൻ്റെ കാര്യത്തിൽ അക്കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി. എന്തായാലും പോലീസിന് സംശയമായി ഇതിനടുത്ത് ആ അമ്മയും മൂത്ത സഹോദരൻ റെജിയെയും കൊന്ന് കുഴിച്ചു മൂടിയത് അവിടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്ന പട്ടിക്കൂടിനടുത്തായിരുന്നു. അവിടെ ഒരു പട്ടിയുണ്ട്, പട്ടിയെ കൂട്ടിലിട്ടുണ്ട്. അതിനടുത്ത് മണ്ണ് മാറ്റി കിടക്കുന്ന കണ്ടപ്പോഴാണ് പോലീസിന് സംശയം തോന്നിയത്. ഇപ്പോൾ ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 10-20 മീറ്റർ മാറി പോലീസ് ഇപ്പം കുഴിയെടുത്തു, ഏകദേശം ആ സ്ഥലം കണ്ടെത്തി. ആ കുഴിയിൽ നിന്ന് വസ്ത്രങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ആ കുഴിക്കകത്തുനിന്ന് ഒരു എല്ലിൻ കഷ്ണം കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പിതാവിൻ്റെ 8 വർഷം മുമ്പുള്ളതാണ്. എങ്കിലും ചില എല്ലുകൾ അത് തുടയെല്ലിൻ്റെ അവിടെയും ഹിപ്പും അരക്കെട്ടിൻ്റെ അവിടുത്തെയും നട്ടെല്ലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തലയോട്ടിയുടെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ കുഴിക്കകത്തുനിന്ന് ഒരു എല്ലിൻ കഷ്ണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ അത് അവിടുന്ന് അയാൾ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ തല മുറിച്ച് വേറെ എവിടെയെങ്കിലും കുഴിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ചെയ്യുന്ന വ്യക്തി ഒരു ക്രിമിനലാണ് ആ സജി എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതുകൊണ്ട് ഇപ്പം ആ എടുത്ത കുഴിയിൽ നിന്നും അവരുടെ വസ്ത്രങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ട്, ധരിച്ചിരുന്ന വസ്ത്രം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അവിടുന്ന് ഒരു മനുഷ്യ ശരീരത്തിലെ ആകാം ഒരു എല്ലും കഷ്ണവും കിട്ടിയിട്ടുണ്ട്. അത് എവിടുത്തെ എല്ലാണ്, മനുഷ്യ ശരീരത്തിലെ എല്ലാണോ, അതൊക്കെ ഇനി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുള്ളൂ. എങ്കിലും ആ കോമ്പൗണ്ടിൽ തന്നെ അത് മാറ്റി കുഴിച്ചിട്ടുണ്ടാകാം, അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 8 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അഴുകി മണ്ണിനോട് ചേർന്നില്ല, അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണല്ലോ ഏതായാലും ശരീരം ഇരിക്കുന്നത്. അതുകൊണ്ട് അസ്ഥി കഷ്ണങ്ങളും അവിടെ കാണാനുള്ള അല്ലെങ്കിൽ ഉള്ള സാധ്യത കൂടുതലാണ്. അത് കണ്ടില്ലെന്നെങ്കിൽ അതിനടുത്ത് എവിടെയെങ്കിലും മാറ്റിയിട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത, ഇല്ലെങ്കിൽ ഓരോന്ന് കൊണ്ടുപോയി ഇയാൾ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിച്ചുണ്ടാവും. അതുകൊണ്ട് അയാളെ വീണ്ടും ഈ കേസിന് കസ്റ്റഡി വാങ്ങിച്ചു ചോദ്യം ചെയ്ത് അത് കൃത്യമായി പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തണം, ഇയാളെ കൺഫസ് ചെയ്യിപ്പിക്കണം ഇയാളെ കൊണ്ട്. എങ്കിൽ മാത്രമേ ഈ ക്രൂരമായ 3 കൊലപാതകങ്ങളുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും കോടതി ഇയാളെ ശിക്ഷിപ്പിക്കാനും കഴിയുള്ളൂ.